നമസ്കാരം. വോട്ടെടുപ്പ് കഴിഞ്ഞു. ഉയർന്ന പോളിംഗ് ശതമാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം 76% പോളിംഗ് നടന്ന സ്ഥാനത്ത് ഇപ്പോഴത്തെ പോളിംഗ് 77.7%. കൂടാം 80 വരെ എത്താം. കാരണം വീട്ടിൽ ചെന്ന് വയോധികരുടെ വോട്ട് രേഖപ്പെടുത്തിയതൊന്നും തൽക്കാലം കണക്കിൽ വന്നിട്ടില്ല. ഇന്നേക്ക് അതും കണക്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പത്രത്തിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ രസകരമായ ഒരു കാര്യം മനസ്സിലാകും. ഉയർന്ന പോളിംഗ് പ്രതീക്ഷയോടെ ഇടതുമുന്നണി. അടുത്ത വാർത്ത, ഉയർന്ന പോളിംഗ് പ്രതീക്ഷയോടെ UDF. പോളിംഗ് ശതമാനം കൂടിയത് തങ്ങൾക്ക് കുറച്ച് സീറ്റുകളെങ്കിലും ലഭിക്കും എന്ന രീതിയിൽ BJP. എന്നാൽ ഇതിലെ വാസ്തവം എന്താണ്? പോളിംഗ് ശതമാനം കൂടിയെന്ന അവകാശവാദത്തിന് യഥാർത്ഥത്തിൽ അടിത്തറയില്ല എന്ന് അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം മറ്റൊന്നുമല്ല, SIR വന്നതോടുകൂടി സ്ഥലത്തില്ലാത്തവരെയും സ്ഥലം മാറിയവരെയും മരിച്ചവരെയും ഒക്കെ ഒഴിവാക്കി. മുൻപ് വോട്ടർ പട്ടിക പരിശോധിച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ താമസിച്ചിരുന്ന ഒരാൾ കൊല്ലത്തേക്ക് താമസം മാറിയാൽ രണ്ടിടത്തും വോട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള പരാതികൾ 99% പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. മരിച്ചവരാകാം, സ്ഥലം മാറി പോയവരാകാം, വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ അവിടെ വോട്ടുള്ളവരാകാം, വിദേശത്തേക്ക് പോയവരാകാം. അങ്ങനെ പല രീതിയിൽ ധാരാളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതുകൊണ്ട് സ്ഥലത്തുള്ളവരുടെ പേരാണ് വോട്ടർ പട്ടികയിൽ നിലവിലുള്ളത്. അക്കാരണം കൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കൂടാം. യഥാർത്ഥത്തിൽ വോട്ടിംഗ് ശതമാനം 77, 78 ഒന്നും വന്നാൽ പോരാ. ഈ രീതിയിൽ അനധികൃത അല്ലെങ്കിൽ ഇരട്ടിപ്പുള്ള വോട്ടർമാരെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ 82 അതിനു മുകളിലോ ശതമാനം വന്നാൽ മാത്രമേ കഴിഞ്ഞ തവണ വരെയുള്ള വോട്ടിംഗ് പാറ്റേൺ ശരിയാവുകയുള്ളൂ. കനത്ത പോളിംഗ് എന്ന് പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 85% വരെയെങ്കിലും ആകണം. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ ഒഴിവാക്കപ്പെട്ടവർ ഒരുപാട് പേരാണ്, ധാരാളം പേരാണ്. LDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത് തുടർ ഭരണം തന്നെയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കനത്ത പോളിംഗ് അവർക്ക് അനുകൂലമാണ്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ 2021 കൂടുതൽ സീറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 100-ൽ കൂടുതൽ സീറ്റുകളോടുകൂടി ഇടതുപക്ഷം ഭരിക്കും എന്നർത്ഥം. 100-ലധികം സീറ്റുകളുമായി UDF ഭരണത്തിലേക്ക് എത്തുമെന്ന് UDF കേന്ദ്രങ്ങളും വിശ്വസിക്കുന്നു. VD സതീശൻ നടത്തിയ പ്രസ്താവന അതാണ്. UDFന്റെ രീതിയിൽ ഇത്രയും കനത്ത പോളിംഗ് ഒരിക്കലും തുടർ ഭരണത്തിന് വേണ്ടി ജനങ്ങൾ നൽകില്ല. ഭരണത്തിന് എതിർപ്പുള്ളവരാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗമുള്ളത് കൊണ്ടാണ് ഇത്രയും കനത്ത പോളിംഗ് എന്നാണ് UDFന്റെ വാദം. എന്നാൽ BJP ആകട്ടെ ഈ കനത്ത പോളിംഗ് തങ്ങൾക്ക് അനുകൂലം എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. 20-ലധികം സീറ്റ് അവർ പുറമേ പറയുന്നുണ്ട് എങ്കിലും 10 സീറ്റ് വരെയെങ്കിലും നേടാം എന്ന കണക്കുകൂട്ടലിലാണ് BJP. അതും ഈ കനത്ത പോളിംഗ് കാരണം തന്നെ. കനത്ത പോളിംഗിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പോളിംഗ് കനത്തതല്ല, SIR വന്ന് ധാരാളം പേരെ ഒഴിവാക്കിയത് കൊണ്ടാണ്. ഒഴിവാക്കിയത് നാട്ടിലില്ലാത്തവരെയും മരിച്ചവരെയും സ്ഥലം മാറിപ്പോയവരെയും ഗൾഫിലുള്ളവരെയും ഒക്കെയാണ്. ഇത്രയും അറേഞ്ച് ചെയ്ത് ശക്തമായ രീതിയിൽ SIRന്റെ പിന്തുണയോടുകൂടി ഈ ഇലക്ഷൻ നടന്നിട്ടും കുറച്ചെങ്കിലും കള്ളവോട്ടുകൾ നടന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം. ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർക്ക് കള്ള വോട്ടിടാൻ വന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ എന്ത് തരം രാഷ്ട്രീയമാണ് പഠിച്ചിരിക്കുന്നത്? ജനങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്കിൽ ഏജന്റുമാർക്ക് ജനങ്ങളെ മനസ്സിലായിരുന്നുവെങ്കിൽ, ജനങ്ങളെ അടുത്തറിയാമായിരുന്നുവെങ്കിൽ കള്ളവോട്ട് നടക്കില്ല എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അങ്ങ് ചില അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടായതൊഴിച്ചാൽ കേരളത്തിൽ വോട്ടെടുപ്പ് സ്വതവേ ശാന്തമായിരുന്നു. ഇനി കൂട്ടലുകളുടെയും കിഴിക്കലുകളുടെയും സമയം മെയ് 4 വരെ. അതുവരെ ചങ്കിടിപ്പേറുന്ന ദിവസങ്ങൾ സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും. തുടർ ഭരണം ഉണ്ടാകുമോ? ഭരണം മാറുമോ? BJPക്ക് എത്ര ശക്തി തെളിയിക്കാനാകും? കാത്തിരുന്ന് കാണാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.